വെയിറ്റിഷെറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പുസ്തകം സന്ദർശിച്ചു. അപ്പോൾ ഔദ്യോഗികമായിട്ട് ആധികാരികത്തിൽ പരാതി ബാക്കി കാര്യങ്ങളും നോക്കിയിട്ട് ഏകദേശം നമ്മളെ കരുണായി പഞ്ചായത്ത് രൂപീകരിച്ച സ്ഥാപിതമായതാണ്. പഞ്ചായത്ത് ദിവസം ഉണ്ടായിരുന്ന സമയത്തോ ഉണ്ടായിരുന്നു. ഏറ്റവും പഴക്കം ഷെഡാണ്. ഇടക്കാലത്ത് അവരിങ്ങനെ ഒരു ശ്രമം നടത്തിയിരുന്നു. ആ റോഡ് പണി നടന്ന സമയം നമ്മളെ മുക്കട്ടൊക്കെ നമ്മളൊക്കെ സംസാരിച്ചു. ഇങ്ങനെ ചെറിയ വ്യത്യാസപ്പെടുത്താൻ പറ്റുന്നു. ഈ പ്രവൃത്തി ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതിഥി തൊഴിലാളികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. കാരണം ഈ വർക്ക് ഇവിടെ നടക്കുമ്പോൾ പ്രദേശവാസികൾ ഒരു വീഡിയോ പകർത്തിയിട്ടുണ്ട്. ആ വീഡിയോയിൽ അതിഥി തൊഴിലാളികളാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഇത് ചെയ്യിപ്പിച്ചവരോ അല്ലെങ്കിൽ മറ്റാളുകളൊന്നും ആ വീഡിയോയിൽ ഇല്ലാത്തതുകൊണ്ട് ആരാണ് അതിൻ്റെ പിന്നിൽ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇതിൻ്റെ കീഴിലുള്ള ഞാൻ മനസ്സിലാക്കുന്നത് കരുളായി പഞ്ചായത്തിൻ്റെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ബസ് വെയിറ്റിംഗ് ഷെഡാണ് പുള്ളിയിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇതിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ കാണുന്ന രീതിയിൽ ബാക്ക് ഭാഗം പൊളിച്ചു മാറ്റി ഈ വെയിറ്റിംഗ് ഷെഡ് തന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കുന്ന തരത്തിലാണ്. ഇവിടെ നമുക്കറിയാം ഇത്തരത്തിലുള്ള വെയിറ്റിംഗ് ഷെഡ് ആണെങ്കിലും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ സംവിധാനത്തിൽ എന്ത് സ്ഥാപനമാണെങ്കിലും അതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു പ്രവൃത്തി ആര് ചെയ്യുകയാണെങ്കിലും പഞ്ചായത്തിൻ്റെ അനുമതിയോ അല്ലെങ്കിൽ അവരുടെ കൺസെൻറ്റോ ഇല്ലാതെ ചെയ്യാൻ പാടില്ല. ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഈ അനധികൃതമായി പൊളിച്ചു നീക്കാൻ ശ്രമിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഈ വെയിറ്റിംഗ് ഷെഡ് കാലങ്ങളായി വിദ്യാർത്ഥികളും സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും പ്രായമുള്ളവരുമെല്ലാം നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെയിറ്റിംഗ് ഷെഡാണ്. കാരണം ഈ വെയിറ്റിംഗ് ഷെഡിനകത്ത് ഏത് സമയത്തും ബസ് കാത്ത് നിൽക്കാനുള്ള സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വിദ്യാർത്ഥികളടക്കം തൊട്ടടുത്ത് സ്കൂളുകളിലെ കുട്ടികളടക്കം ഈ വെയിറ്റിംഗ് ഷെഡിലാണ് ബസ് കാത്ത് നിൽക്കുന്നത്. ഇത്തരം ഒരു അത്താണിയാണ്. എന്തടിസ്ഥാനത്തിലാണെങ്കിലും ഇത്തരത്തിലൊരു സംവിധാനം നശിപ്പിക്കാനോ അതല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനോ ഒരു കാരണവശാലും CPIM-ന്റെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അതോടൊപ്പം തന്നെ ഇത് നിലനിർത്താൻ ഏതുവരെയും ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ നിന്ന് ചില ആളുകൾ വിളിച്ചു പറയുകയും ചില ഒരു സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ വെയിറ്റിംഗ് ഷെഡ് പൊളിക്കുന്നുണ്ട് എന്നുള്ള വിവരം ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ പഞ്ചായത്തിൻ്റെ കസ്റ്റഡിയിലെ എല്ലാ സ്ഥാപന ജംഗമ സ്വത്തുക്കളുടെയും കസ്റ്റോഡിയനാണ് സെക്രട്ടറി വിവരം അറിയിക്കുകയും സെക്രട്ടറി ഇവിടെ വന്നുകൊണ്ട് അത് ആ പ്രവൃത്തി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇത്തരത്തിൽ പഞ്ചായത്ത് ഒരു പൊതുമുഖൻ ഒരു സ്വകാര്യ വ്യക്തി തന്നിഷ്ടത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരുടെയെങ്കിലും പഞ്ചായത്ത് ഭരണാധികാരികളുടെ പഞ്ചായത്തിൽ ഭരണം നടത്തുന്ന ഉന്നതരുടെ ആരുടെയെങ്കിലും മൗനാനുവാദമില്ലാതെ ഇത് നടക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 50 വർഷത്തിലധികമായി ഈ പുള്ളി പ്രദേശത്ത് ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു പൊതു സ്ഥാപനമാണ് സത്യത്തിൽ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ബസ് സ്റ്റാൻഡുകളുടെ എണ്ണം, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ എണ്ണം ധാരാളമായി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്ന കാലമാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും പഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്നായാലും ക്ലബ്ബുകളുടെയും യുവജനങ്ങളുടെയും ഒക്കെ ഭാഗത്തു നിന്ന് അതിനുള്ള ശ്രമം നടക്കുമ്പോൾ നിലനിൽക്കുന്ന ഒരു സംവിധാനത്തെ പൊളിച്ചു കളയാൻ അതിനുവേണ്ടി ഒരു ശ്രമം നടക്കുന്നത് അപലനീയമാണ്. അതിൽ ആരെങ്കിലും ഒത്താശ ചെയ്യുന്നുവെങ്കിൽ അത്തരം ആൾക്കാർ ഒരു പുനർചിന്തയ്ക്ക് വിധേയരായിക്കൊണ്ട് ഈ സംവിധാനത്തെ പുനഃസ്ഥാപിക്കാനും ഇപ്പോൾ പൊളിച്ചു മാറ്റിയിട്ടുള്ള ആ ഒരു ഭിത്തി അടക്കം കെട്ടി വൃത്തിയാക്കി ഇതിനെ വീണ്ടും മനോഹരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ ഭാഗത്തു നിന്ന് അത്തരം ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനനുകൂലമായിട്ടുള്ള എല്ലാ സഹായവും ഉണ്ടാവും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള പ്രവണതകളെ ഒരിക്കലും വെച്ചുപൊറപ്പിക്കാൻ കഴിയില്ല, അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ നിലനിൽക്കുന്ന സംവിധാനത്തെ പൊളിച്ചു മാറ്റി ഞങ്ങൾക്ക് സൗകര്യപ്രദമായതൊക്കെ ഉണ്ടാക്കാമെന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ അത് ശക്തമായി എതിർക്കുമെന്നുള്ളത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അതിന് ഞങ്ങൾ എപ്പോഴും മുൻപന്തിയിലുണ്ടാവും.